ക്രിസ്മസ് എക്സാമിന് ട്രിഗണോമെട്രി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നോക്കണം, വലിയ നമ്പേഴ്സ് എടുത്ത് അതിനകത്ത് നമുക്ക് റിഡക്ഷൻ ഫോർമുല കൊടുത്താൽ തന്നെ ആൻസർ ആവും. ഇവിടെ നമ്മൾ വലിയ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ കോസ് 125 ആണ്. ഫസ്റ്റ് വൺ നമ്മൾ കോസ് 125 എടുക്കുക. 125 ഡിഗ്രിയെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 180 മൈനസ് 55 ഡിഗ്രി ആണ്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 55 ഡിഗ്രി കിട്ടുന്നുണ്ട്. ദെൻ 180 വന്നു കഴിഞ്ഞാൽ കോസിന് സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് 55 ഡിഗ്രി കിട്ടും. ഇനി അതുപോലെ നമ്മൾ സെയിം മോഡൽ കോസ് 204 എടുക്കണം. കോസ് 204 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 180 പ്ലസ് ഏതാണ് നമുക്കിവിടെ കിട്ടുന്ന കോസ് 180 എന്ത് നമ്പർ കൂട്ടിയാലാണ് 204 കിട്ടുന്നത് നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 24 കൂട്ടി കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് 204 കിട്ടുന്നത്. കോസ് 180 വന്ന സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 24 വരും. 180 പ്ലസ് തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്? ഇങ്ങനെ ഒരു ക്വാഡ്രന്റ് വരച്ച് കഴിയുമ്പോൾ 180 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റ് കിടക്കണം. തേർഡ് ക്വാഡ്രന്റിൽ കോസ് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് വരും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇനി ഇവിടെ ഒരെണ്ണോടെ ഉണ്ട്, കോസ് 300 ഉണ്ട്. കോസ് 300 എന്ന് പറയുമ്പോൾ കോസ് 360 മൈനസ് 60 വരും. ഇത് ഏത് ക്വാഡ്രന്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർത്ത് ക്വാഡ്രന്റിൽ വരും. അപ്പൊ നമുക്ക് 360യോ 180യോ വന്നാൽ സെയിം ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ കോസ് 60 വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ ആയതുകൊണ്ട് അത് ഓൾറെഡി പോസിറ്റീവ് ആണ്. ഇനി ഈ വാല്യൂസ് എല്ലാം നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു നോക്കിയേ. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 24 പ്ലസ് കോസ് 55 then ഡിഗ്രി മൈനസ് കോസ് 55 ഡിഗ്രി മൈനസ് കോസ് 24 ഡിഗ്രി പ്ലസ് കോസ് 60 ഡിഗ്രി വരും. അപ്പൊ നമ്മൾ ഇതും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ നമ്മൾ കോസ് 60 വരും. കോസ് 60ന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 1/2 വരും. 2025 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് ക്ലാസ് ഓവറയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.